താനൂർ ബോട്ട് ദുരന്തത്തിൽ പരിക്കേറ്റവർക്കെല്ലാം സർക്കാർ ചികിത്സാ ധനസഹായം നൽകിയെന്ന കഴിഞ്ഞ ദിവസം മന്ത്രി വി അബ്ദുറഹ്മാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കള്ളമെന്ന അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ പിതാവ് പരപ്പനങ്ങാടി സ്വദേശി ജാബിർ മീഡിയ വണിനോട്. തന്റെ ഭാര്യയും ഒരു മകനും ദുരന്തത്തിൽ മരിച്ചു. അപകടത്തിൽ 2 പെൺമക്കൾ രക്ഷപ്പെട്ടു. അതിലൊരാൾ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. സഹോദരിയുടെ മകളും ചികിത്സയിൽ കഴിയുന്നുണ്ട്. മകൾക്ക് തുടർ ചികിത്സയ്ക്ക് സഹായം ലഭിച്ചില്ല. ചികിത്സാ സഹായം നൽകിയെന്ന് മന്ത്രി പറഞ്ഞത്. ഒരു തവണ പോലും തുക നൽകാതെയാണ് ചികിത്സയ്ക്ക് പണം നൽകിയെന്ന പ്രചാരണം നടത്തുന്നതെന്ന് മുഹമ്മദ് ജാബിർ മീഡിയ വണിനോട് പറഞ്ഞു. എൻ്റെ മകൾ ജർഷ എന്ന കുട്ടിക്ക് ഇപ്പോൾ 13ാമത്തെ വയസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റത് ആയിഷ മെഹ്റീൻ എന്ന് പറയുന്നത് 4.5 വയസ്സ് പ്രായം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇതുവരെയും ഒരു ധനസഹായവും നമുക്ക് ലഭിച്ചിട്ടില്ല. അതായത് ചികിത്സയുടെ ഭാഗമായിട്ടുള്ള ഒരു സഹായവും നമുക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ 2023 മുതൽ ഈ 2026 വരെയും നമ്മൾ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക്. അതിന് വിദഗ്ധമായ ചികിത്സ ഇനി ആവശ്യവുമാണ്. ഒരുപാട് ചികിത്സയ്ക്കായി ഒരുപാട് പൈസകൾ നമുക്ക് ചിലവാക്കുകയും ചെയ്യും. നമ്മെ തിരിഞ്ഞു നോക്കുവാനോ അല്ലെങ്കിൽ ഒരു സർക്കാർ സഹായവും ചെയ്യാതെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോഴത്തേക്ക് നമുക്ക് പ്രതിഷേധം ഉണ്ടായതാണ്. മരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അന്നും കുറേ വാക്കുകൾ ഇങ്ങനെ ചികിത്സാ സഹായം ഞങ്ങൾ അവസാന കാലം വരെയും ഈ സർക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഈ നിമിഷം വരെ ഈ സർക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല.